ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരയേ കാന്തനം എന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരയേ കാന്തനം എന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 50-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഒരു ഉറപ്പ് ദൈവം പറയുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ നീ എന്നെ വിളിച്ചപേക്ഷിക്കണം. ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ ദൈവത്തെ വിളിക്കുക. നാം പലപ്പോഴും നമ്മുടെ കഷ്ടങ്ങളൊക്കെ അധികവും മനുഷ്യരോടാണ് പറയുന്നത്, വ്യക്തികളോടാണ് പറയുന്നത്. നമ്മളെക്കാൾ ചിലപ്പോൾ പ്രാർത്ഥനാ ലെവലിൽ ഉയർന്നു നിൽക്കുന്നവരോടാണ് പറയുന്നത്. അതൊക്കെ ഓക്കെ, അതൊക്കെ സത്യമാണ്. പക്ഷെ ദൈവം പറയുന്നത് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ്. സ്തോത്രം. യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ നിന്റെ കാര്യം എന്നോട് പറ, ഞാൻ കേൾക്കാം. ഹല്ലേലൂയ. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവുമായിട്ട് സംസാരിക്കാൻ ആരുടെയും കെയർ ഓഫ് വേണ്ട, നേരിട്ട് സംസാരിക്കാം. അയ്യോ, ഞാനൊത്തിരി പ്രാർത്ഥനയില്ലാത്ത മനുഷ്യനാണല്ലോ, ഞാൻ ഭയങ്കര വിശുദ്ധനല്ലല്ലോ, ഞാനൊത്തിരി ശിശുവാണല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പലപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവെക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അനുസരിച്ച്, ആ നൊമ്പരമനുസരിച്ച്, ആ ആഴമനുസരിച്ച് പ്രാർത്ഥിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു ഭാരം ദൈവം ആ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ വ്യക്തി ആത്മഭാരത്താൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുഃഖം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാതെ ഒരു മനുഷ്യനും നിങ്ങളുടെ അതേ ഭാരത്തിൽ അതേ വേദനയിൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയും, സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ പലപ്പോഴും സങ്കടങ്ങളെല്ലാം പറയുന്നത് യേശുവിനോടല്ല, നമ്മൾ മറ്റു പലരോടാണ്. ഇന്നതൊന്ന് തിരിക്കാം. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ചില പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോവല്ലേ. ഒത്തിരി പേരെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും വിടുതൽ കിട്ടിയില്ലല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി തുറന്ന് സംസാരിക്കുക. ചില സമയത്തൊക്കെ നമ്മുടെ മുൻപും പിൻപും ഒക്കെ ദൈവം അടയ്ക്കുന്നത് നമ്മൾ നേരിട്ട് ദൈവവുമായി സംസാരിക്കാനാണ്. യാക്കോബ് ഒരിക്കൽ യാബോക്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മാറ്റി താനും ദൈവത്തിന് മാത്രം ഒരു പ്ലേസ് ഒരുക്കി. ശ്രദ്ധിച്ചാൽ ആ യാബോക്കിൽ ദൈവം ഇറങ്ങി വന്നു. തന്നെ കൊല്ലാൻ ഉള്ള വിഷയമായ ഏശാവ് മുൻപിൽ തന്നെയും തൻ്റെ മക്കളെയും ഭാര്യയും മാരെയും പിടിച്ചോണ്ട് പോകാൻ ലാബാൻ പുറകിൽ
ഇതിന് നടുവിൽ അവൻ മുട്ടുകുത്തി. എന്താ അതിശയമാണ് സംഭവിച്ചേക്കുന്നത്. ദൈവം ഇറങ്ങി വന്ന് അവനെ വിടുവിക്കുക മാത്രമല്ല, അവനെ അനുഗ്രഹിച്ചു. അന്ന് മുതൽ അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. നിങ്ങളുടെ നാവിൽ തീരാത്ത സ്തുതികൾ ദൈവം തരും കേട്ടോ. കർത്താവിനോട് അടുത്തു എന്നെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് അങ്ങനെ പറയാം, നേരിട്ട് പറയാം. വേറെ ഒരു കെയർ ഓഫിൽ നീ വരണ്ട, എൻ്റെ കെയർ ഓഫിൽ വരിക. ധൈര്യത്തോടെ നിനക്ക് കടന്നു വരാൻ എൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ ദേഹം എന്ന തിരശ്ശീല കീറി ഒരു ജീവൻ്റെ പുതുവഴി ഞാൻ നിനക്ക് വെട്ടിത്തന്നിട്ടുണ്ട്. ആരും ശല്യം ചെയ്യാനില്ല. കാരണം യേശുവിൻ്റെ ദേഹത്തിൻ്റെ മുറിവിൻ്റെ ഇടവഴിയാണ് നീ കയറി ചെല്ലുന്നത്. അത് ചെന്ന് നിൽക്കുന്നത് കൃപാസനത്തിൽ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിലാണ്. സ്തോത്രം. ഒരഭേദ്യമായ ദൈവബന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നതായി എനിക്ക് ബോധ്യം ലഭിക്കുന്നു. സ്തോത്രം. ഈ പ്രശ്നങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു കാര്യമായി മാറ്റും. ലാസറിൻ്റെ വീട്ടിലെ മരണത്തെ മഹത്വമാക്കിയ ദൈവം നിങ്ങളുടെ വീടും വിലാപ ഭവനമല്ല, ഒരു വിരുന്ന് ഭവനമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുപ്പ, ഞങ്ങളുടെ കഷ്ടങ്ങളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ കർത്താവെ ഞങ്ങൾ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. കർത്താവെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും, ഉത്തരങ്ങൾ നൽകും, അങ്ങ് ഞങ്ങളെ വിടുവിക്കും. കർത്താവെ അതിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടും, അങ്ങ് ഉയരപ്പെടും. ഹല്ലേലൂയ. കർത്താവെ അങ്ങയെക്കുറിച്ചുള്ള സ്തുതികൾ ഞങ്ങളുടെ നാവിൽ അങ്ങ് നൽകും. കർത്താവെ ഞങ്ങളുടെ കഷ്ടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങളെ എല്ലാം അങ്ങയുടെ സ്തുതികളാക്കി അങ്ങ് മാറ്റാൻ പോകുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയും. യേശുവേ, കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണമേ, അങ്ങയുടെ നാമം ഉയരണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം വിടുതലായി മാറട്ടെ, സ്തുതികളായി മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. ഇതൊരു ദൂതായിരുന്നു. നിങ്ങളുടെ കഷ്ടകാലം മാറിയിട്ട് നിങ്ങൾക്ക് സുപ്രസാദ കാലങ്ങൾ വരുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ കൃപ കൂടെയുണ്ട്. ഞങ്ങൾ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു, ഈ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നു, ഈ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നു. അവർ പെട്ടെന്ന് പുറത്തു വരട്ടെ. ഈ വചനം അവരുടെ മേൽ നിവർത്തിക്കപ്പെടട്ടെ. നീ എന്നെ മഹത്വപ്പെടുത്തും. ഈ തുടർന്നുള്ള സമയങ്ങൾ കരയുന്ന ദിനങ്ങളല്ല, സ്തുതിക്കുന്ന ദിനങ്ങളാക്കി മാറ്റുന്നു. ഇന്ന് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണമേ. പോക്കിൽ വരവിൽ, ഇവർ നേരിടുന്ന ഇൻ്റർവ്യൂവിൽ, ഇവരുടെ ജോലി സ്ഥലങ്ങളിൽ, ഇവരുടെ വാഹനയാത്രകളിൽ എല്ലാം കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കണമേ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷാലോം.